വെൽക്കം ബാക്ക് ടു ഫമീസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് കിളിക്കൂടാണ്. അപ്പോൾ കിളിക്കൂട് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതിനായി മീഡിയം പഴുപ്പുള്ള ഒരു വലിയ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങ ചുരകിയത്, കുറച്ച് അവൽ, കാഷ്യൂ നട്ട്സ്, സേമിയ, ഒരു കോഴിമുട്ട. ഞാൻ ഒരു ഏത്തപ്പഴത്തിലേക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താം. ഇനി നമുക്ക് ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴേക്കും ഏത്തപ്പഴം വെന്തിട്ടുണ്ടാകും. അപ്പോഴേക്കും അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ശേഷം തേങ്ങ ചുരകിയത്, അവൽ, കാഷ്യൂ നട്ട്സ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. കിളിക്കൂടിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചു വെച്ച പഴം നമുക്ക് ചൂടോടെ തന്നെ തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തെ വശത്തെ കറുത്ത ഭാഗം എടുത്തു മാറ്റണം. ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ചൂടോടെ തന്നെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇനി ഉടച്ചു വെച്ച ഏത്തപ്പഴത്തിലേക്ക് നമുക്ക് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കണം. അതിനായി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടുക. ശേഷം നല്ലപോലെ ഒന്ന് പരത്തിയെടുത്ത് അതിലേക്ക് തേങ്ങ, അവൽ, കാഷ്യൂ നട്ട്സ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ വെച്ച് വറുത്തെടുത്ത ഫില്ലിംഗ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് കോഴിമുട്ടയിൽ ആദ്യം ഒന്ന് മുക്കിയെടുക്കുക. ശേഷം സേമിയയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു കിളിക്കൂടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കിളിക്കൂട് ഫ്രൈ ചെയ്തെടുക്കണം. സേമിയ ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. സ്വീറ്റ് കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്